കാശി. ബാക്കി താനെടുത്തോ. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സും ഉണ്ടായില്ലല്ലോ. നമസ്തേ. വരുന്ന വഴിയാണോ? അല്ല, പോകുന്ന വഴിയാ. എന്താണ് അതിന്റെ ഉദ്ദേശം? പോടാ. പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഒന്ന് കറങ്ങി. മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. ഞാനും ടാറ്റയും ബിസിനസ്മാൻമാരായി പോയില്ലേ. എന്ത് ചെയ്യാം. ഒരു ഗ്ലാസ് പ്യാലെടുക്കൂ. മിൽക്ക് മിൽക്ക് മിൽക്ക്. ഇത് പഴങ്കഞ്ഞി ആലോചിപ്പാ. നിന്നെ പോലീസ് കുടിച്ചെന്നാ തല്ലിയെന്നൊക്കെ കേട്ടല്ലോ, ശരി തന്നെ? പോലീസോ? ദേ ആർ മൈ ഫ്രണ്ട്സ്. പിന്നെ അവിടെ അന്തസ്സുള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുന്നവന്മാരും ഉണ്ട്, ആ നുണക്കുറുപ്പിനെ പോലുള്ളവർ. അറിയില്ലേ? ഇല്ല. നമ്മുടെ രാമന്മാരോടുണ്ടോ പിന്നെയും വഴക്കായിരുന്നു. പിന്നെയും മേലി വിളിച്ചോ? പൊളിച്ചടുക്കി. ഇതൊക്കെ ആ കുറുപ്പിന്റെ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നു. എസ്ഐയുടെ ഗമയല്ലേ. ഒരിക്കൽ ഉത്സവ പറമ്പി വെച്ച് ഒന്നുടക്കിയതാ. ഇപ്പൊ ഞാനുമായിട്ട് അത്ര രസത്തിലല്ല. പാലോ വിഷോ. നമസ്കാരം. സാറിന് നേരത്തെ ആണല്ലോ. ഒരു കേസിന്റെ കാര്യത്തിന് മങ്കൊമ്പ് വരെ ഒന്ന് പോണം. ഞാൻ തന്നെ കൂടെ ചെല്ലണമെന്ന് SIക്ക് ഭയങ്കര നിർബന്ധം. ഒരു പുതിയ പയ്യനാ. ഞാനും കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാ. 6 മാസത്തിനിടയ്ക്ക് ഞാനും ആ കസേരയിൽ ഇരിക്കേണ്ടവനല്ലേ, ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു. പോലീസുകാർ കഞ്ചാവ് മറിച്ച് വെച്ചു. വാളയാർ ചെക്ക് പോസ്റ്റിൽ സ്പിരിറ്റ് തിരിമറി. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടിത്തരം കാണിക്കാവുന്നു. തെണ്ടികൾ. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച്? ഓ, ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അറിയിക്കാം. ഞാൻ സ്റ്റേഷനിലൊരു സിംഹമാണെങ്കിലും നാട്ടുകാരോട് അല്പസ്വല്പം മര്യാദ കാണിക്കാറുണ്ട്. എന്ന് വെച്ച് ആരെങ്കിലും നമ്മുടെ തലയെ കയറാൻ വന്നാൽ കുറുപ്പ് അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ വിടും. ചെയ്തുണ്ടോ? ഒരു കവർച്ച സംഘത്തെ ഒതുക്കാൻ പോയതാ. എന്നെ കണ്ടതും കൂട്ടത്തിൽ ഒരുത്തൻ കത്തിയും എടുത്തൊരൊറ്റ ചാട്ടം. SI ഒരൊറ്റ ഓട്ടം. ഞാൻ ഒറ്റയ്ക്കായി. കയ്യിൽ നിന്ന് രക്തം പൊടിഞ്ഞതും എന്റെ സ്വഭാവം മാറി. മുട്ടുമടക്കി മുതലപ്പൂട്ട് പൂട്ടി അവന്റെ നാഭി ഒറ്റ ചവിട്ടാ. ദേ കിടക്കുന്ന അവന്റെ കടുകും കരുവേപ്പലയും. ഇളിക്കല്ലേ ഇളിക്കല്ലേ. ഈ സ്റ്റേഷനിലൊക്കെ ഒന്ന് മാറ്റം കിട്ടട്ടെ. എന്നിട്ട് വേണം ചില വ്യാജന്മാരെ ഒതുക്കാൻ. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നടക്കുന്ന ചില അലവലാദികളുണ്ട്. സാരമില്ല. ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ വകുപ്പില്ലാത്തത്? ചായയുടെ കാശ് എനിക്ക് സൗകര്യമുള്ളപ്പോൾ തരും. ഇയാൾക്ക് സ്വന്തമായിട്ട് കൊണ്ടു കിടക്കാനാണോ ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകൾ ഉണ്ടാക്കുന്നത്? ക്ഷുദ്രജീവി. സ്വപ്പം മ്യൂസിക് കേൾക്കാം. എടാ ക്ഷുദ്രജീവി, നാട് മുഴുവൻ ഇറങ്ങി മനുഷ്യനെ പറ്റി ജീവിക്കാതെ ഇറങ്ങി പോടാ തെണ്ടി. പറ്റിയാണോ? ഏതോ തുടർ നാടകമാണ്. ഞാൻ കാശിൽ നിന്ന് വിചാരിച്ചോടാ നീർക്കോലി.